ഹായ് ഹലോ എല്ലാവർക്കും സിനി സന്തോഷ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണെന്നാൽ എൻ്റെ വണ്ടിയിലെ യൂട്യൂബിൻ്റെ സിമ്പൽ ഒട്ടിക്കണമെന്ന് എനിക്ക് വളരെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഒരുപാട് നാളുകൊണ്ടുള്ള ആഗ്രഹമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് വലിയ സബ്സ്ക്രൈബറും കാര്യങ്ങളും ഒന്നുമില്ല, എന്നാലും നമ്മുടെ ഇഷ്ടം, നമ്മൾ ഇത് ഒട്ടിക്കുമ്പോഴെങ്കിലും സബ്സ്ക്രൈബർ ആവുന്നെങ്കിലും ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കടയിൽ വന്നു. ഇദ്ദേഹം മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല കേട്ടോ. സംസാരിക്കത്തില്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാവും. എന്ത് രസമായിട്ടാണ് അദ്ദേഹം ആ സ്റ്റിക്കറൊക്കെ എടുത്ത് ഇത് ചെയ്യുന്നതെന്ന് നോക്കണം. നല്ല ഭംഗിയായിട്ടാണ്. അതാണ്, മനുഷ്യന് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ്. അങ്ങനെ എൻ്റെ ആഗ്രഹത്തിനൊത്ത് എൻ്റെ ഭർത്താവ് നിന്നു എന്നുള്ളതാണ്. അങ്ങനെ വണ്ടിയിൽ എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടിയുടെ ബാക്കിൽ മാത്രം ഒട്ടിച്ചാൽ മതി, ഫ്രണ്ടിൽ ഇപ്പോൾ തൽക്കാലം വേണ്ട, നോക്കട്ടെ, ബാക്കിൽ ഒട്ടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്, സബ്സ്ക്രൈബർ കൂടുന്നോ കുറയുന്നോ എന്നൊക്കെ നോക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വന്നത്. ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനൊരു സിമ്പൽ ഒട്ടിക്കണം എന്നുള്ളത്. പക്ഷേ പിന്നെ എന്തോ മറ്റുള്ളവർ എന്ത് കരുതും, മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മൾ കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ ഇഷ്ടങ്ങളല്ലേ നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ വേറൊന്നും നോക്കിയില്ല. എനിക്കിപ്പം എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പിന്നെ അവൾക്ക് ഓലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, എന്നിട്ടാണ് അവൾ ഈ ഇതൊക്കെ എടുത്ത് വണ്ടിയിൽ ഒട്ടിക്കുന്നത് എന്നൊക്കെ ഓരോരുത്തർ അഭിപ്രായം പറയുമായിരിക്കും. അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. അത് നമുക്ക് ആരെയും തടയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോഴത്തേക്ക് പക്ഷേ ഇതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പൽ ഒട്ടിക്കണം എന്നുള്ളത് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ്. ഒത്തിരി നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ് എനിക്ക് കാറിലായിരുന്നു. കാർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ചിന്തിച്ചു, വണ്ടിയിൽ ഇങ്ങനെ പേര് എഴുതി ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ലക്ക് സമയമാണെങ്കിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാലോ എന്ന് എന്തായാലും ഇന്ന് അതിനുള്ള അവസരം ഒത്തുകിട്ടി. അണ്ണൻ നാളെ പോവുകയാണ്. അപ്പോൾ അണ്ണൻ പറഞ്ഞു പോകുന്നതിന് മുന്നായിട്ട് നീ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും വന്നു. ഇപ്പോൾ ഒട്ടിക്കാനായിട്ട് അണ്ണൻ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്ത് രസമായിട്ടാണല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, എന്ത് രസമാണ്, നോക്കിക്കൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. അങ്ങനെ എൻ്റെ ആ ആഗ്രഹം അങ്ങനെ സാധിച്ചു. കണ്ടോ, യൂട്യൂബ് സിനി സന്തോഷ് വ്ലോഗ് കൊള്ളാമോ? ഇതാണ് നമ്മുടെ കുഞ്ഞു കാർ. സെക്കൻഡ് ഹാൻഡ് ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് പിള്ളേരൊക്കെ ഒരുപാട് 3 പിള്ളേരില്ലേ, പിള്ളേരെയും കൊണ്ട് പോകാനൊക്കെ പാടല്ലേ, അതുകൊണ്ടാണ് ഒരു കൊച്ചു കാർ എടുത്തത്. എന്തായാലും ആ പേരെഴുതൊക്കെ കർമ്മവും കഴിഞ്ഞു. നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോകുന്നു. ഹസ്ബൻഡാണ് വണ്ടി ഓടിക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ എനിക്ക് വണ്ടി തരുന്നതേ ഇല്ല. പുള്ളിക്കാരനിപ്പോൾ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ചുമ്മാ ഇങ്ങനെ സൈഡിൽ ഇരുന്നാൽ മതിയല്ലോ. പക്ഷെ എന്ത് ചെയ്യാം, വണ്ടി ഓടിച്ച് ക്ലിയർ ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് പോകാറായി. അതിലൊരു വിഷമം മാത്രമേ ഉള്ളൂ. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ വണ്ടി പഠിച്ച് വന്ന സമയത്താണ് വണ്ടി പഠിച്ച് വന്നപ്പോഴത്തേക്കും പോകാറുള്ള സമയമായി, ലൈസൻസും കിട്ടി, പോകാനുള്ള സമയമായി. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്തായാലും ലൈസൻസ് കിട്ടി. ഇനി 3 വർഷം എന്നാണ് പറയുന്നത്, അറിയത്തില്ല. 3 വർഷം എന്നുള്ളത് 2 വർഷത്തേക്ക് ചിലപ്പം ആക്കും. പൈസ വേണ്ടേ, പൈസ എല്ലാം മണിയാണല്ലോ, മണി പ്രോബ്ലം ആണല്ലോ എല്ലായിടത്തും. അപ്പോൾ എനിക്കിപ്പം ഓട്ടിക്കാൻ വണ്ടി തരുന്നതേ ഇല്ല പുള്ളിക്ക് വണ്ടി ഓടിച്ച് ഭയങ്കര ഇഷ്ടമായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാം, ഇഷ്ടം കൂടിയപ്പോൾ പോകാനുള്ള സമയവുമായി. എന്തായാലും ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഹായ്, ബൈ ബൈ, ടാറ്റാ.